എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഷെയർ മാർക്കറ്റുകളായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതായത് BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതായത് NSE നാളെ ശനിയാഴ്ച പ്രത്യേക ട്രേഡിംഗ് ആണ് സംഘടിപ്പിക്കുന്നത്. ജനുവരി 20 ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് നിശ്ചയിച്ചിരുന്നെങ്കിലും അത് പിന്നീട് ഒരു ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടന്ന ജനുവരി 22 അവധിയും നൽകി. ഷെയർ മാർക്കറ്റിൽ നിലവിൽ ട്രേഡിംഗ് നടക്കുന്നത് പ്രൈമറി സൈറ്റിലാണ്, അതായത് PR. ഇതിൽ നിന്ന് ഡിസാസ്റ്റർ റിക്കവറി സൈറ്റ് DR എന്ന് പറയും. അതിലേക്ക് പ്രവർത്തനം മാറ്റുന്ന നടപടിക്രമങ്ങൾക്കായാണ് നാളെ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ അപ്രതീക്ഷിതമോ അസാധാരണമോ ആയ തടസ്സങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ട്രേഡിംഗ് തുടർന്ന് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് DR സൈറ്റ്. ഇനി എങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുക എന്ന് നോക്കാം. PR സൈറ്റിൽ നിന്ന് ഇൻട്രാഡേ മാറ്റം സ്വിച്ച് ഓവർ DR സൈറ്റിലേക്ക് നാളെ നടക്കും. ഷെയർ ഡെറിവേറ്റീവ് വിഭാഗങ്ങളിലാണ് പ്രത്യേക ട്രേഡിംഗ്. PR സൈറ്റിൽ ഷെയറിംഗ് വിഭാഗത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ CM സെഗ്മെന്റ് രാവിലെ 8:45 ബ്ലോക്ക് ഡീൽ വിൻഡോ ഓപ്പൺ ആവും. അത് 9 മണിക്ക് അവസാനിപ്പിക്കും. 9 മണിക്ക് പ്രീ ഓപ്പൺ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 9:08 സ്റ്റോപ്പ് ചെയ്യും. തുടർന്ന് നമ്മൾ സാധാരണ ട്രേഡിംഗ് നോർമൽ ട്രേഡിംഗ് സെക്ഷനായ 9:15 സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് 10 മണിക്ക് ക്ലോസ് ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് DR സൈറ്റിൽ രാവിലെ 11:15 പ്രീ ഓപ്പൺ സെക്ഷൻ ആരംഭിക്കും. 11:23 അത് ക്ലോസ് ചെയ്യും. 11:30 നോർമൽ ട്രേഡിംഗ് തുടങ്ങും. 12:30 അത് ക്ലോസ് ചെയ്യും. മാർക്കറ്റ് ടോട്ടലി ക്ലോസ് ചെയ്യും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ വിഭാഗത്തിൽ PR സൈറ്റിൽ 9:15 നോർമൽ മാർക്കറ്റ് ആരംഭിക്കും. തുടർന്ന് 10 അവസാനിപ്പിക്കും. ശേഷം DR സൈറ്റിൽ 11:30 ആരംഭിച്ച് 12:30 ക്ലോസ് ചെയ്യും. ഷെയറിനും ഡെറിവേറ്റീവ്സിനും നാളെ പ്രൈസ് ബ്രാൻഡ് 5% അതായത് 5% വരെ ഉയർന്നാലും താഴ്ന്നാലും അപ്പർ ലോവർ സർക്യൂട്ടുകളിലെത്തും. നിലവിൽ 2% പ്രൈസ് ബാൻഡ് ഉള്ളവയ്ക്ക് അതുതന്നെ നാളെയും തുടർന്നു പോകും. ഇന്ന് നടന്ന ഷെയർ സംബന്ധമായ സെറ്റിൽമെൻറ്റ് നാളെ നടക്കില്ല. കാരണം നാളെ സംഘടിപ്പിക്കുന്നത് ഒരു ഫുൾ ടൈം ട്രേഡിംഗ് അല്ല, ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെക്ഷൻ മാത്രമാണ്. PR സൈറ്റിൽ നിന്ന് DR സൈറ്റിലേക്ക് മാറാനുള്ള ടെസ്റ്റിംഗ് ട്രേഡിംഗ് ആണ് നാളെ നടക്കുന്നത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്നലെ പുറത്തു വന്ന മൂന്നാം പാദ GDP കണക്കുകളെ തുടർന്ന് മോർണിംഗ് സെക്ഷൻ ട്രേഡിംഗ് തുടക്കത്തിൽ തന്നെ ഇന്ന് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു. തുടർന്നുള്ള ട്രേഡിങ്ങിൽ 1.5% ഉയർന്ന ഇൻഡെക്സുകൾ ചരിത്ര നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. വേൾഡ് മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ റാലിക്ക് ആക്കം കൂട്ടി എന്ന് വേണം കരുതാൻ. FII'സിൻ്റെ ബയ്യിങ് വർദ്ധിച്ചതും റാലിക്ക് കാരണമായിട്ടുണ്ട്. ഇടയ്ക്ക് 1318 പോയിന്റ് ഉയർന്ന് സെൻസെക്സ് ആൾ ടൈം ഹൈ ആയ 73,819 എന്ന റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. 370 പോയിന്റ് ഉയർന്ന് നിഫ്റ്റി 22,353 എന്ന ആൾ ടൈം ഹൈയും ഇന്ന് ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്തു. നിഫ്റ്റിയിൽ ടാറ്റ സ്റ്റീൽ 6% ഉയർന്നപ്പോൾ JSW സ്റ്റീൽ 4% ഉയർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2023 അവസാന 3 മാസങ്ങളിൽ പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിലാണ് വളർന്നിരിക്കുന്നത്. ഈ കാലയളവിൽ 8.4% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. 1.5 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വളർച്ചയാണിത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലെ വളർച്ചാ നിരക്ക് മുൻ 3 വർഷങ്ങളിലെ 7.6%-ത്തേക്കാൾ കൂടുതലായിരുന്നു. ഇത് നടപ്പ് സാമ്പത്തിക വർഷത്തെ, അതായത് ഏപ്രിൽ 2023 മുതൽ മാർച്ച് 2024 വരെ എസ്റ്റിമേറ്റ് 7.6% ഉയർത്താൻ സഹായിച്ചതായി NSO പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നുണ്ട്. ഫാക്ടറി ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിൽ ആഭ്യന്തരവും ബാഹ്യവുമായ ഡിമാൻഡിൻ്റെ പിന്തുണയോടെ ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയുടെ വളർച്ച 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ടോക്കിയോ,
ഷാങ്ഹായ്, ഹോങ്കോങ് എന്നിവ പോസിറ്റീവോടെയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഗ്രീനിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ US മാർക്കറ്റും ക്ലോസ് ചെയ്തത് പോസിറ്റീവിലായിരുന്നു. സുഹൃത്തുക്കളെ, ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്തവർ ട്രേഡിംഗ് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിലേക്ക് വരിക. ഒരുപാട് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഞങ്ങൾ കൊടുത്തത് കേവലം 5 ട്രേഡുകളാണ്. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇന്ന് സജഷൻ ചെയ്തത് 5 ട്രേഡുകളാണ്. കാരണമുണ്ട്. ഇന്ന് വൺ സൈഡ് റാലി ആയിരുന്നു. അതേസമയം നമ്മളത് വൺ സൈഡ് റാലി എന്ന് 100% വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നത് നല്ല ശീലമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ 5 ട്രേഡിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 ട്രേഡുകൾ മാത്രമാണ് ഇന്ന് കൊടുത്തത്. അതിൻ്റെ സ്പെഷ്യൽ സ്ക്രീൻ വീഡിയോ ഞാൻ ഇന്ന് എടുത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ ജനറൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുമായി സംസാരിച്ച് കോൺടാക്റ്റ് ചെയ്ത് ആവശ്യമെങ്കിൽ പ്രീമിയം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. കേവലം 10,000 രൂപ മാത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ദിവസവും മിനിമം ഒരു 500 രൂപയെങ്കിലും സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അതിലപ്പുറവും സമ്പാദിക്കാം. പക്ഷേ ഞാനത് പറയുന്നില്ല. കാരണം എല്ലാറ്റിനും ഒരു പരിധികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.